ഈ ഭൂലോകത്തേക്ക് ജനിച്ചു വീണ മനുഷ്യർ അവർ അഭിമുഖീകരിക്കേണ്ട പല ഘട്ടങ്ങളുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും പല ഘട്ടങ്ങളിലൂടെയുമാണ് മനുഷ്യർ കടന്നു പോകുന്നത്. മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, 5 കാര്യങ്ങൾ തേടിയായിരുന്നു ഞങ്ങളുടെ യാത്ര. ആ 5 കാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങൾ 5 വിഷയങ്ങളിലേക്ക് ഞങ്ങളെ എത്തിച്ചിട്ടുണ്ട്. മനുഷ്യ സഹജമായി പലപ്പോഴും നമ്മിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും ഖബറിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ പലപ്പോഴും നാം തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നമ്മെ ശൈത്താനും നമ്മുടെ ശരീര ഇച്ഛയും നമ്മെ പരാജയപ്പെടുത്തി പോകുന്നുണ്ട്. ഇനിയൊരു തെറ്റും ചെയ്യാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും പലപ്പോഴും നാം തെറ്റിലേക്ക് വീണ്ടും ആപ്പതിച്ചു പോകാറുണ്ട്. മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നത്, പാപമുക്തമായ ജീവിതം നയിക്കാൻ എന്താണ് പരിഹാരമെന്ന് ഞാൻ അന്വേഷിച്ചു. ഒടുവിൽ എനിക്ക് ലഭിച്ചത് നിത്യമായ ളുഹാ നിസ്കാരത്തിലാണ് ഞാൻ എത്തിച്ചേർന്നത്. പതിവായി ളുഹാ നിസ്കാരം നിർവഹിച്ചാൽ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുമെന്ന് മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നന്മകൾ വർദ്ധിച്ച ഈ കാലത്ത് എല്ലാ നന്മകൾക്കും നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഒറ്റപ്പെട്ട ജീവിതത്തിനിടയിൽ, രഹസ്യമായ ജീവിതത്തിനിടയിൽ പലപ്പോഴും തെറ്റുകൾ നമ്മെ മാടി വിളിക്കാറുണ്ട്. തെറ്റുകളിൽ മുഴുകി നാം പലപ്പോഴും ജീവിക്കാറുണ്ട്. അതിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് എളുപ്പം നിർവഹിക്കാൻ കഴിയുന്ന നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ആ നിസ്കാരം കൃത്യമായി പാലിച്ചാൽ അള്ളാഹു നമുക്ക് റിസ്ക് വിശാലമാക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുകയും അതിനേക്കാൾ ഉപരി നമുക്ക് പാപമുക്തമായ ജീവിതം നയിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്യും. പാപമുക്തമായ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു വഴികൾ നമുക്ക് തുറന്നു നൽകും. ഒരുപാട് വർദ്ധിത നന്മകൾക്കുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി തരും. രണ്ടാമത്തേത്, നാം ഓരോരുത്തരും ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങിപ്പോകേണ്ടവരാണ്. നാം ആദ്യമായി എത്തിച്ചേരേണ്ടത് ഖബറെന്ന ഇരുട്ടിൻ്റെ വീട്ടിലേക്കാണ്. ആ വീട്ടിൽ എത്താതെ ഒരാൾക്കും മറുകരയിലേക്ക് എത്താൻ കഴിയില്ലല്ലോ. ആ വീട്ടിൽ വെളിച്ചമുണ്ടാകണമെങ്കിൽ, ആ ഖബറിൽ വെളിച്ചമുണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണമെന്ന എൻ്റെ അന്വേഷണം എത്തിച്ചേർന്നത് നിത്യമായി തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക എന്നതിലാണ് എന്ന് മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം നല്ല സുഖനിദ്രയിലായി ഉറങ്ങുന്ന സമയത്ത് റബ്ബിനെ പേടിച്ചുകൊണ്ട്, അവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവൻ്റെ അടിമ റബ്ബിലേക്ക് കരഞ്ഞ് ഉയർത്തുന്ന കൈകൾ അള്ളാഹു തട്ടാറില്ല. അതുകൊണ്ട് ആ സമയത്തുള്ള 2 റക്അത്ത് നിസ്കാരം നമുക്ക് നാളെ കാലങ്ങളോളം കിടക്കേണ്ട ഖബറെന്ന വീട്ടിൽ വെളിച്ചമായി വരും എന്ന് മഹാനവറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പിതാമഹന്മാർ എത്ര കൊല്ലമായി ആ ഖബറിൽ കിടക്കുന്നുണ്ട്. ഇനിയും അവർ എത്ര കൊല്ലം കിടക്കേണ്ടതുണ്ട്. അവർ എത്ര കൊല്ലമാണ് ഈ ദുനിയാവിൽ ജീവിച്ചത്. ദുനിയാവിൽ ജീവിച്ചതിൻ്റെ എത്രയോ ഇരട്ടി കൊല്ലങ്ങൾ നാമും ഖബറിൽ കിടക്കേണ്ടവരാണ്. ആ ഖബറിലേക്കുള്ള വെളിച്ചത്തിനാണ് നാം ഇവിടെ താമസിക്കുന്ന കുറഞ്ഞ കാലം രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് റബ്ബിലേക്ക് തിരിയുന്ന മനസ്സുമായി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളത്. മൂന്നാമത്തേത്, ഖബറിലെത്തിയ ഏതു മനുഷ്യനെയും ചോദ്യം ചെയ്യാൻ അള്ളാഹു നിയോഗിക്കപ്പെട്ട മലക്കുകൾ എത്തും. ആ മലക്കുകളോട് മറുപടി പറയണമെങ്കിൽ നമുക്കതിനുള്ള ഈമാനും തഖ്വയും ഉണ്ടാകണം. ആ ഖബറിലെ ചോദ്യത്തിന് മറുപടി പറയാൻ എന്താണ് പരിഹാരമെന്ന എൻ്റെ അന്വേഷണത്തിന് എന്നെ എത്തിച്ചേർത്തത് ഖുർആൻ പാരായണത്തിലായിരുന്നു. മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു തുടരുന്നുണ്ട്, ഖബറിലെ മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എല്ലാ ദിവസവും നാം വിശുദ്ധ ഖുർആനുമായി ആത്മീയമായ ബന്ധം പുലർത്തേണ്ടതുണ്ട്. എന്ത് സമയമില്ലെങ്കിലും അല്പസമയമെങ്കിലും മാറ്റിവെച്ച് വിശുദ്ധ ഖുർആനോട് ഓരം ചേർന്നിരിക്കാൻ നാം ശ്രദ്ധിക്കണം. കാരണം ഇവിടെയല്ല നമ്മുടെ ജീവിതം ബാക്കിയുള്ളത്. നമുക്ക് ഇവിടുന്ന് നാം മരിച്ചു പോയതിനു ശേഷമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എന്ന ബോധ്യം നമ്മുടെ ഖൽബിലുണ്ടെങ്കിൽ ഖുർആൻ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകും. നാലാമത്തേത്, സിറാത്ത് പാലം കടക്കാനുള്ള വഴി എന്താണ് എന്ന അന്വേഷണത്തിൽ അതിനുള്ള മറുപടിയായി എനിക്ക് ലഭിച്ചത് നോമ്പും സദഖയുമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പ് പിടിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി അപരനെ സഹായിക്കുകയും ചെയ്യുക എന്നതായിരുന്നു സിറാത്ത് പാലം
വേഗത്തിൽ വിട്ടുകടക്കാനുള്ള വഴിയെന്ന് മഹാനവറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അഞ്ചാമത്തേത്, മഹ്ശറാവൻ സഭയിൽ കത്തിയാളുന്ന സൂര്യന്റെ കീഴിൽ ഓരോരുത്തരും നിൽക്കേണ്ടി വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന അല്പം ചില വിഭാഗക്കാരുണ്ട്. ആ വിഭാഗത്തിൽ എത്തിപ്പെടാൻ എന്താണ് മാർഗമെന്ന് തേടിയപ്പോഴാണ് ഏകാന്തമായി അള്ളാഹുവിനെ ഓർത്തിരിക്കുന്ന ഒരു ഖൽബുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് നാളെ അർശിന്റെ തണൽ തരുമെന്ന് മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ ദുഹാ നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും വിശുദ്ധ ഖുർആൻ പാരായണവും നോമ്പും സദഖയും അതുപോലെ അള്ളാഹുവിനെ ഓർത്തുള്ള ജീവിതവും നമുക്കുണ്ടെങ്കിൽ സുഖകരമായി നമുക്ക് മറുകര കടക്കാൻ കഴിയും. അള്ളാഹു നമ്മുടെ ജീവിതം അവന്റെ പൊരുത്തത്തിലായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടത്തിലായി ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.